ഇന്ത്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തദ്ദേശീയ കപ്പൽ നിർമ്മാണ മുന്നേറ്റത്തിന് രാജ്യം സാക്ഷ്യം വഹിക്കുകയാണ്. ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി പൂർണ്ണമായും ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച 5 അത്യാധുനിക യുദ്ധക്കപ്പലുകളാണ് നാവികസേനയുടെ ഭാഗമാകുന്നത്. പ്രതിരോധ രംഗത്ത് രാജ്യത്തിന്റെ സ്വയം പര്യാപ്തത തെളിയിക്കുന്നതാണ് പദ്ധതി. ഇന്ത്യൻ സമുദ്രമേഖലയിലെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും ചൈനീസ് നാവികസേനയുടെ വർദ്ധിച്ചുവരുന്ന സാന്നിധ്യത്തെ പ്രതിരോധിക്കുന്നതിനും ഈ കപ്പലുകൾ നിർണായക പങ്കുവഹിക്കും. പ്രോജക്ട് 17A സ്റ്റീൽ ഫ്രിഗേറ്റ്സ് വിഭാഗത്തിൽപ്പെട്ട 2 അത്യാധുനിക യുദ്ധക്കപ്പലുകൾ ഇതിന്റെ ഭാഗമായുണ്ട്. INS ദുനാഗിരി, INS മഹേന്ദ്രഗിരി. നാവികസേനയുടെ ഏറ്റവും മാരകമായ ആക്രമണ കപ്പലുകളാണിവ. ശത്രുക്കളുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു സഞ്ചരിക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ പ്രധാന സവിശേഷത. ഇവയിൽ ബ്രഹ്മോസ് മിസൈലുകൾ, ബരാക്ക് 8 വ്യോമ പ്രതിരോധ സംവിധാനം, അത്യാധുനിക റഡാറുകൾ എന്നിവ സജ്ജീകരിക്കും. ഇസ്രയേൽ സാങ്കേതിക വിദ്യയിൽ നിർമ്മിച്ച MF സ്റ്റാർ മൾട്ടി ഫംഗ്ഷൻ റഡാറാണ് ഇതിലുള്ളത്. ഒരേ സമയം 100-ലധികം ശത്രു ലക്ഷ്യങ്ങളെ നിരീക്ഷിക്കാനും ഒരേ സമയം പലതിനെയും ആക്രമിക്കാനും ഇതിന് സാധിക്കും. 2 ഗ്യാസ് ടർബനുകളും 2 ഡീസൽ എഞ്ചിനുകളും ഉപയോഗിച്ചാണ് പ്രവർത്തനം. മണിക്കൂറിൽ 52 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും. ഇതോടൊപ്പം എത്തുന്നത് INS ഷൻസോതക്. കടലിനടിയിലെ മാപ്പിങ്ങിനും വിപുലമായ ഹൈഡ്രോഗ്രാഫിക് സർവേകൾക്കുമായി രൂപകൽപ്പന ചെയ്ത വലിയ കപ്പലാണിത്. കടലിന്റെ അടിത്തട്ട് കൃത്യമായി മാപ്പ് ചെയ്യാനും സമുദ്രത്തിനടിയിലെ പ്രതിബന്ധങ്ങളും ശത്രു സാന്നിധ്യവും തിരിച്ചറിയാനും ഈ കപ്പൽ നാവികസേനയെ സഹായിക്കും. എഗ്രായ്, മാൽവൻ എന്നീ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റുകളും ഇതോടൊപ്പമുണ്ട്. തീരദേശത്തും ആഴം കുറഞ്ഞ കടൽ മേഖലകളിലും ശത്രുക്കളുടെ അന്തർവാഹിനികളെ കണ്ടെത്തി നശിപ്പിക്കാൻ ശേഷിയുള്ളവയാണിത്. കപ്പലിന്റെ അടിഭാഗത്ത് ഘടിപ്പിച്ചിരിക്കുന്ന അത്യാധുനിക ഹെൽ മൗണ്ടഡ് സോണാറും വെള്ളത്തിലേക്ക് ഇറക്കിവിടാൻ കഴിയുന്ന ടോവ്ഡ് എറേ സോണാറുകളും ഇതിലുണ്ട്. സമുദ്രത്തിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികളുടെ ശബ്ദം കൃത്യമായി തിരിച്ചറിയാൻ ഇതിന് കഴിയും. കപ്പലിന്റെ വലിപ്പം കുറവായതിനാൽ ഇടുങ്ങിയ തീരപ്രദേശങ്ങളിൽ പോലും വേഗത്തിൽ നീങ്ങാനാകും. റഷ്യൻ നിർമ്മിത RBU 6000 ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകളും ടോർപിഡോകളും ഇവയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. 2035ഓടെ 200 യുദ്ധക്കപ്പലുകളുള്ള ഒരു കൂറ്റൻ നാവികസേനയായി മാറുക എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന ചുവടുവയ്പ്പാണ് ഇത്.